നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ. നമ്മള് കുറേ കാര്യങ്ങൾ പഠിച്ചുല്ലേ, കുറേ സ്റ്റോറികൾ പഠിച്ചു അല്ലേ, റൈംസും സ്റ്റോറികളൊക്കെ പഠിച്ചില്ലേ നമ്മള്. അപ്പൊ ഇനി നമുക്ക് കുറെ റൈംസ് ഒക്കെ ചൊല്ലാണ്ട് അല്ലേ. റൈംസ് ഒക്കെ നമുക്ക് ഇനിയും പഠിക്കണം, സ്റ്റോറികൾ ഇനിയും പഠിക്കണം, പിന്നെ ബുക്കിലെ ഭാഗങ്ങളും കുറച്ച് പഠിക്കണം അല്ലേ. നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ മുതൽ ഒന്നുകൂടി നമുക്ക് നോക്കണം അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങളല്ലേ നമ്മള് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത്. സ്വരാക്ഷരങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലേ. സ്വരാക്ഷരങ്ങളൊക്കെ എങ്ങനെയാ പറയാ ഒന്ന് പറഞ്ഞു നോക്കിക്കോ എല്ലാവരും. എങ്ങനെയാ പറയാ? അ ഈ ഊ ഋ എ ഐ ഒ ഔ അം ആ. എല്ലാവർക്കും അറിയില്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കിയില്ലല്ലോ. അ ഈ ഊ ഋ എ ഐ ഒ ഔ അം ആ. എല്ലാവർക്കും അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ആരും മറക്കരുത്, ഓർഡർ ആയിട്ട് ഇങ്ങനെ പറയാൻ കിട്ടണം അല്ലേ. അപ്പൊ അതിന് ചെറിയൊരു സൂത്രം പറഞ്ഞു തന്നാലോ, ഓർഡർ ആയിട്ട് കിട്ടാനേ അക്ഷരങ്ങള്. അപ്പൊ മിസ് ചെറിയൊരു പാട്ട് പാടിത്തരാം. അപ്പൊ ആ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അക്ഷരങ്ങളും അതിലിങ്ങനെ വരും. ഓക്കെ അല്ലേ എല്ലാവരും? സ്വരാക്ഷരങ്ങൾ വെച്ചിട്ട് മിസ് ഒരു പാട്ട് പാടിത്തരാം. ആന വരുന്നേ, ഈച്ച പറന്നേ, ഊഞ്ഞാലിലാടി കൃഷിക്കവാടം, ഏലയ്യ ഐവർപ്പാടി, ഓണം വന്ന് നര കുലച്ചു. എല്ലാ അക്ഷരങ്ങളും വന്നോ? എങ്ങനെയാ പാടി? ഒന്നുകൂടി പാടിത്തരാ. മിസ് ഒന്നുകൂടി പാടിത്തരാട്ടാ. എല്ലാ അക്ഷരങ്ങളും ഉണ്ടോ നോക്കണം. എല്ലാ സ്വരാക്ഷരങ്ങള് എല്ലാതും ഉണ്ടോ നോക്കണം. ആന വരുന്നേ, ഈച്ച പറന്നേ, ഊഞ്ഞാലിലാടി കൃഷി കവാടം, ഏലയ്യ ഐവർപ്പാടി, ഓണം വന്നേ നായ കുലച്ചു അല്ലേ. അപ്പൊ കൊറേ അക്ഷരങ്ങൾ കിട്ടിയില്ലേ പാട്ടില്. നമ്മള് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെ പറഞ്ഞേ? ഈ ഊ ഋ എ ഐ ഒ ഔ അം ആ. എല്ലാവർക്കും ഓർമ്മയില്ലേ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? എല്ലാവരും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചൊല്ലി നമ്മുടെ സ്വരാക്ഷരങ്ങൾ അല്ലേ. അപ്പൊ എന്ന സ്വരത്തിലും നീട്ടി പറയാനുള്ള എന്ന സ്വരത്തിലൊക്കെ നമ്മള് പറയാനുള്ളതൊക്കെ പഠിച്ചൂല്ലേ. അപ്പൊ നമുക്ക് സ്വരാക്ഷരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഇനിയല്ല നമുക്കറിയാത്തത്. നമുക്കറിയാത്തത് ഇനി വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാ പറയാ? കാ വെച്ചിട്ട് പറയണം നമ്മള്. എങ്ങനെ പറയാ? കക്ക ഗംഗ, കക്ക ഗംഗ, കക്ക ഗംഗ,
ഘടികാരം ങ ഞാവു അല്ലേ ഞാവു കാ എന്ന അക്ഷരത്തിന് വേറെയും പഠിച്ചല്ലോ നമ്മള് ഏതാ ആ കാ കലം എന്ന് പഠിക്കാം പറയാം അല്ലേ ഒരു വാക്ക് കൂടി പറയാൻ പറഞ്ഞ ഏതാ പറയാ കലം അല്ലേ പിന്നെ ഗ നഗം ഗ ഗഗം ഗ മേഘം ങ മാങ്ങ ഒക്കെ പറയാം അല്ലേ ങ മാങ്ങ അപ്പൊ കക്ക ഗംഗ കാ വെച്ചിട്ട് നമ്മള് ഓരോ വാക്കുകളും പറയാൻ പഠിച്ചു അല്ലേ ഇനി ച വെച്ചിട്ട് ഏതാ നമ്മൾ പഠിച്ചത് ച ആ ച ചക്രം ഏതാ ആ ച ചക്രം അല്ലേ അടുത്തതോ രണ്ടാമത്തെ ച വെച്ചിട്ടോ ചത്രം കുട അല്ലേ ആ കുടയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ചത്രം അല്ലേ അപ്പൊ രണ്ടാമത്തെ അക്ഷരം ഏതാണ് ച ചത്രം മൂന്നാമത്തെ അക്ഷരമോ ജ ജ ജനൽ അല്ലേ പിന്നെ ഏതാ ആ നാലാമത്തെ അക്ഷരം ച എന്തായാലും തായും കൂടി ചേർന്നൊരു അക്ഷരം അല്ലേ ഒരു തായും ഒരു തായും കൂടി ചേർന്ന അക്ഷരാണ് അല്ലേ ച ചഷം അല്ലേ ആ മീനിന് പറയുന്ന മറ്റൊരു പേരാണ് ചഷം അല്ലേ ആ മീനിന് പറയുന്ന വേറൊരു പേരാണ് ചഷം അല്ലേ അപ്പൊ ഇനി അടുത്തതോ ഞാ ഞാൻ വെച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചത് ഞാവൽപ്പഴം പഠിച്ചു അല്ലേ ആ അപ്പൊ ഞാവൽപ്പഴം പഠിച്ചു പിന്നെ ഏതാ ഒന്നും കൂടി പഠിച്ചേ ആ ഞണ്ട് അല്ലേ ഞാൻ എന്ന അക്ഷരത്തില് ഞണ്ട് എന്ന് പഠിച്ചു അല്ലേ നമ്മള് പിന്നെ ഏതാ പഠിച്ചത് ആ ഞാവൽപ്പഴം ഞണ്ട് അല്ലേ ഒന്ന് ഏതാ പഠിച്ചേ കാ എന്ന അക്ഷരത്തില് ആ കണ്ണ് കലം എന്നൊക്കെ പഠിച്ചു അല്ലേ ഗ നഗം ഗഗം ഗ ഗരുഡൻ ഗദ അല്ലേ ആ ഗദ എന്താ ആ ഗ എന്ന അക്ഷരത്തിൽ നമ്മള് ഒരു വാക്ക് പഠിച്ചിട്ടില്ലേ വേറെ ഒരു വാക്ക് ഗദ അല്ലേ ആ ഹനുമാന്റെ ഇതാണല്ലേ ഗദ ആ അപ്പൊ ഗ ഗ ഗ എന്താ ഘടികാരം ഘടികാരം അല്ലേ ഘടികാരം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആ കക്ക ഗംഗ ചച്ച ജഞ്ചഞ്ഞ ഏതാ കക്ക രണ്ടെണ്ണ അപ്പൊ ഡാ വെച്ചിട്ട് നമ്മൾ ഏതാ പഠിച്ചത് ആ വട ആ ഡ മിഠായി ഡ ഡപ്പി ഡ ഡക്ക ന ന മണി അല്ലേ കക്ക രണ്ടെണ്ണ വെച്ചിട്ട് ഏതൊക്കെയാ പഠിച്ചത്
പന. പന ഫലം. ഫലം എന്താ? ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സുകൾക്കിലെ പഴവർഗ്ഗങ്ങളിലെ ബലൂൺ, ഭരണി, മരം. പിന്നെ എത്രയും നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? പഠിച്ചില്ലല്ലോ.